പ്രിയപ്പെട്ടവരെ നോക്കൂ. വേടൻ എന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്ക് കുരുക്കായി ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു. 2 വർഷത്തിനിടെ ലഹരിയടക്കം ഉപയോഗിച്ച് 6 തവണ പലയിടങ്ങളിൽ വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. യുവ ഡോക്ടർക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 വർഷം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം. ഇത്രയും വർഷം കഴിഞ്ഞ് ആണല്ലോ പരാതി നൽകിയത് എന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉണ്ടാകാറുള്ളതാണ്. ഈ കേസിലും സ്വാഭാവികമായി അത് ഉണ്ടാകും. പക്ഷെ അത്തരം ചോദ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പ്രസക്തിയില്ല എന്ന് കൂടി ഒരിക്കൽ കൂടി പറയട്ടെ. അത്തരം ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒന്നും പ്രസക്തിയില്ല പോലും. അത് 1-2 തവണ അല്ല പീഡിപ്പിച്ചത്. ഈ ഡോക്ടർ പറയുന്നത് 6 തവണ പീഡിപ്പിച്ചു എന്നാണ്. പീഡനം എന്ന് പറയുന്നത് ഒറ്റ തവണയെ നടക്കൂ, ബാക്കിയൊക്കെ മ്യൂച്വൽ കൺസേണോടുകൂടി നടക്കുന്നതാണ്. അതെങ്ങനെ പീഡനമാകും? വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക എന്ന് പറയുന്നത് ഓക്കെ, പീഡനം എന്ന് പറയുമ്പോൾ കേസ് വേറെ ആയല്ലോ. ഏതൊക്കെ രീതിയിലാണ് ആണുങ്ങളെ കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ചില പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണിത്. കയ്യിൽ കയറി പിടിച്ചു, ദേഹത്ത് കയറി പിടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ സംഭവത്തെ സെക്ച്വൽ ഹരാസ്മെന്റ് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ സ്ത്രീകൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തെ നിങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മിസ്യൂസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നഷ്ടമാകുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ കൃത്യമായ അടയാളപ്പെടുത്തലുകളായിരിക്കാം. അവർക്കും കുടുംബമുണ്ട്, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, പെങ്ങളുണ്ട്, അമ്മയുണ്ട്. ഇവരെല്ലാം ഉള്ളവരെയാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക്, മീഡിയയ്ക്ക് മുമ്പിലേക്ക് പച്ചയ്ക്ക് തിന്നാനായി ഇട്ടുകൊടുക്കുന്നത് എന്നുള്ള കാര്യം ഒരിക്കലെങ്കിലും ആലോചിക്കണം.